എല്ലാം നമുക്കുണ്ടായിരുന്ന സ്ഥലങ്ങളും എല്ലാം നഷ്ടപ്പെട്ടു പോയതാണ്. സങ്കടം തോന്നി. കാരണം പഴയ കാര്യങ്ങൾ പിന്നെയും പറയുമ്പോൾ ഒരു വിഷമമുണ്ട്. എന്നെ അധിക്ഷേപിച്ച് കൊണ്ടുള്ള പരാതി തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. കാരണം ജയിക്കുമെന്ന് ഉറപ്പായി കഴിഞ്ഞപ്പം ഇത്രയും കണ്ണൂർ കോർപ്പറേഷന്റെ ചരിത്രത്തിൽ ആദ്യമായി ഒരു താമര വിരിഞ്ഞത് പള്ളിക്കുന്ന് ഡിവിഷനിൽ നിന്നാണ്. എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വിജയം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ VK ഷൈജുവിലൂടെ പള്ളിക്കുന്ന് നേടി. അതുമുതൽ പള്ളിക്കുന്ന് രാഷ്ട്രീയ പോരാട്ട ഘട്ടങ്ങളിലെല്ലാം ചർച്ചാ വിഷയമാണ്. പള്ളിക്കുന്ന് ഡിവിഷൻ നിലനിർത്തുക എന്നത് BJPയുടെ അഭിമാന പോരാട്ടമാണ്. ആ പോരാട്ടത്തിന് ഇത്തവണ BJP രംഗത്തിറക്കിയിട്ടുള്ളത് ദീപ്തി വിനോദിനെയാണ്. സ്ഥാനാർത്ഥി ഇപ്പോൾ നമ്മളോടൊപ്പമുണ്ട്. അതോടൊപ്പം തന്നെ BJPയുടെ നേതാക്കളൊക്കെ ഉണ്ട്. പ്രചരണ പ്രവർത്തനങ്ങളിൽ സജീവമാണ്. ഈ ഡിവിഷൻ ഇത്തവണയും BJP വിജയിച്ചിരിക്കും എന്ന് ഉറപ്പിച്ച് പറയുകയാണ് നേതാക്കൾ. അതിന് പലവിധ ഘടകങ്ങളുണ്ട്. ഈ ഡിവിഷനിൽ VK ഷൈജുവിൻ്റെ നേതൃത്വത്തിൽ നടപ്പാക്കിയ വികസന പ്രവർത്തനങ്ങൾ, എങ്ങനെ ഒരു കൗൺസിലർ ജനങ്ങളുമായി ഇടപഴകണം എന്ന് കാണിച്ചു കൊടുത്ത ഒരു കൗൺസിലർ കൂടിയാണ് VK ഷൈജു ഇത്തവണ ഉദയം കുന്നിലേക്ക് മാറിയിട്ടുണ്ട്. ഇപ്പോൾ സംവരണ സീറ്റിൽ ദീപ്തി വിനോദ് ഇവിടെ മത്സരിക്കുകയാണ്. സ്ഥാനാർത്ഥി ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നു. എങ്ങനെയാണ് ഈ കണ്ണൂർ കോർപ്പറേഷന്റെ ചരിത്രത്തിൽ ആദ്യമായി താമര വിരിഞ്ഞത് ഇവിടെയാണ്? ആ താമര വാടാതെ കാത്തു സൂക്ഷിക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസമുണ്ടോ? എന്താണ് ആത്മവിശ്വാസത്തിന്റെ പിന്നിൽ? നമ്മുടെ കൗൺസിലർ ചെയ്ത പ്രവർത്തനങ്ങൾ തന്നെ. ഒന്നാമത് നമ്മുടെ കൗൺസിലർ ചെയ്ത പ്രവർത്തനങ്ങൾ തന്നെയാണ്. പിന്നെ റോഡ് എല്ലാം നല്ല രീതിയിൽ റോഡ് ടാറിങ് ചെയ്തു. അതുപോലെ പിന്നെ ഇടവഴികളെല്ലാം നല്ല രീതിയിൽ ടാറിങ് ചെയ്തു. അതുപോലെ കുടിവെള്ളം, വൈദ്യുതി, പിന്നെ പാവങ്ങൾക്ക് വേണ്ടി എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുത്തു. അതുപോലെ തന്നെ പ്രധാനമന്ത്രിയുടെ ജനക്ഷേമ പദ്ധതികളെല്ലാം ജനങ്ങളിലെത്തിച്ചു. പിന്നെ വീട് റിപ്പയറിങ് ചെയ്തതിനെല്ലാം നല്ല രീതിയിൽ തന്നെ നമ്മുടെ കൗൺസിലർ ചെയ്തിട്ടുണ്ട്. ഭാരത് അരി വിതരണമൊക്കെ വളരെ സജീവമായി നടന്നു എന്നൊക്കെ പറയുന്നുണ്ട് ആളുകൾ. ഉണ്ട്. പിന്നെ പാവങ്ങൾക്ക് അരി വിതരണം നടത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ ചികിത്സാ സഹായങ്ങൾ, പിന്നെ എന്താവശ്യം വന്നു ഇപ്പം വീട് കയറുമ്പം തന്നെ പലരും നല്ല എല്ലാവരും പറയുന്നുണ്ട് പിന്നെ ഷൈജു നല്ല പ്രവർത്തനങ്ങൾ തന്നെയാണ് ഇവിടെ നടത്തിയിട്ടുള്ളത്. അതുകൊണ്ട് പിന്നെ അതുപോലെ തന്നെ എനിക്കും മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് താല്പര്യവും, അത് ചെയ്തിരിക്കുകയും ചെയ്യും. അപ്പോൾ ജനങ്ങൾ വലിയ പ്രതീക്ഷയിലാണ് BJP വീണ്ടും ഇവിടെ വിജയിക്കും എന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല. ഇല്ല, ജയിക്കും. ജയിക്കും. ഈ എന്താണ് പ്രചരണ പ്രവർത്തനങ്ങൾ സജീവമായി നിൽക്കുമ്പോൾ സ്ഥാനാർത്ഥിക്കെതിരെ ചില ആരോപണങ്ങളൊക്കെ കേട്ടല്ലോ, എന്താണ് അതിനുള്ള മറുപടി? ഒരു പ്രയാസം ഉണ്ടായോ അതിൽ? ഉണ്ട്, നല്ല പ്രയാസം ഉണ്ടായിട്ടുണ്ട്. കാരണം നേരത്തെ എനിക്കൊരു ഇതുണ്ടായിരുന്നു. പക്ഷെ ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് വന്ന തെറ്റല്ല അത്. പിന്നെ എൻ്റെ ഭർത്താവ് ഒരു കച്ചവടമായിരുന്നു നടത്തിയത്. അവിടെ അന്നേരം എൻ്റെ ഒരു 2 ചെക്ക് ലീഫ് കടയിലുണ്ടായിരുന്നു. അപ്പം അവിടുന്ന് 2 പേര് ആ ചെക്ക് ലീഫ് എടുത്തുകൊണ്ട് പോയിട്ട് എനിക്കെതിരെ കേസ് കൊടുത്തതാണ്. പക്ഷെ അത് തള്ളിപ്പോയിട്ട് കോടതിക്ക് ബോധ്യപ്പെട്ടിട്ട് അത് തള്ളിപ്പോയിട്ട് ഇപ്പം കുറേ വർഷമായി. 2019 ആ കേസ് തള്ളിപ്പോയതാണ്. പക്ഷെ അതിന് എതിരെ ഇപ്പം ഈ ഒരു ജയിക്കുമെന്നൊരു ഉറപ്പ് വന്നു കഴിഞ്ഞപ്പം വലിയൊരു ഉദ്യോഗസ്ഥൻ തന്നെ, മേയറായിട്ടിരിക്കുന്ന ഒരാൾ തന്നെ ഇങ്ങനൊരു പ്രചരണം നടത്തുമെന്ന് ഞാൻ വിചാരിച്ചേയില്ല. എന്ത് പ്രചരണം നടത്തി? ഞാൻ ആലക്കോട് നിന്ന് വന്നു. ഞാനിപ്പോൾ എൻ്റെ നാട് ആലക്കോടാണ്. ഞാൻ ആലക്കോട് നിന്ന് വന്നു എന്നുള്ള ഇത് ഇവിടെ മുഴുവൻ പ്രചരിപ്പിച്ചിട്ടുണ്ട്. ആലക്കോടാണോ? ഈ ഇവിടെ പള്ളിക്കുന്നിൽ എത്ര കാലമായി താമസിക്കും? 10 വർഷം ആയി വന്നിട്ട്. ഇവിടെ വന്നിട്ട് 10 വർഷം കഴിഞ്ഞു. പിന്നെ അന്ന് മുതൽ ഞാൻ ഈ നാട്ടിൽ തന്നെയാണ് ഇതുണ്ടായത്. കൗൺസിലർ പിന്നെ കൗൺസിലറായ സമയത്ത് മുതൽ ഞാൻ എല്ലാ കാര്യത്തിനും പറയുന്ന കാര്യങ്ങൾക്കെല്ലാം ഞാൻ സഹകരിച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പം കുറേ ആയിട്ട് ഞാൻ സജീവമായിട്ട് തന്നെ ഇവരുടെ കൂടെ തന്നെ എല്ലാ കാര്യങ്ങൾക്കും BJPയുടെ കൂടെ തന്നെ ഉണ്ടായിട്ടുമുണ്ട്. പിന്നെ ആലക്കോട് നിന്ന് വന്നു എന്നും പറഞ്ഞു, എവിടുന്നോ വന്ന് വാടകയ്ക്ക് നിൽക്കുന്നെന്നും പറഞ്ഞുകൊണ്ടാണ് എന്നെ വല്ലാണ്ട് വേദനിപ്പിക്കുന്നുണ്ടായിരുന്നു കുറേ ആയിട്ട്. പിന്നെ അതുപോലെ പിന്നെ ചീറ്റിങ് നടത്തിയെന്നും പറഞ്ഞുകൊണ്ടാണ് പറയുന്നത്. പക്ഷെ ഞാൻ ഒരാൾക്കും പൈസ കൊടുക്കാനുമില്ല, ഞാൻ ആരെയും ചീറ്റിങ് ചെയ്തിട്ടുമില്ല.
പിന്നെ എൻ്റെ ഭർത്താവിന് ബിസിനസ് പരമായിട്ട് ബ്ലേഡിൽ കുടുങ്ങിയതിൻ്റെ പേരിലും, പിന്നെ എൻ്റെ ഭർത്താവിൻ്റെ ഏട്ടന് ക്യാൻസറായിരുന്നു. ഒരു ക്യാൻസർ വന്നു കഴിഞ്ഞാൽ ഒരു കുടുംബം എങ്ങനെ മുന്നോട്ട് പോകും എന്നുള്ളത് എല്ലാവർക്കും അറിയുന്നതല്ലേ. എല്ലാം നമുക്കുണ്ടായിരുന്ന സ്ഥലങ്ങളും എല്ലാം നഷ്ടപ്പെട്ടു പോയതാണ്. സങ്കടം തോന്നി. കാരണം പഴയ കാര്യങ്ങൾ പിന്നെയും പിന്നെയും പറയുമ്പോൾ ഒരു വിഷമമുണ്ട്. എന്തായാലും തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിന് ഇറങ്ങേണ്ട ഒരു സ്ഥാനാർത്ഥി അതിൽ കണ്ണുനീർ വരുന്ന ഒരു സാഹചര്യം. എന്തായാലും തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്തിൽ പുലർത്തേണ്ട ചില മാന്യതകളൊക്കെ എല്ലാവർക്കുമുണ്ട്. എന്താണ് അങ്ങനെ ഒരു പ്രചരണം നടത്തിയതിന് നിങ്ങളുടെ മറുപടി എന്താ? പരാതി കൊടുത്തിട്ടുണ്ടോ? പരാതി കൊടുത്തിട്ടുണ്ട്. വ്യക്തിപരമായി അധിക്ഷേപിച്ചു എന്ന് പറഞ്ഞാൽ അല്ലാതെ സങ്കടം വന്നിട്ടുണ്ട്. എന്താ പരാതിയിൽ എന്താ പറഞ്ഞത്? എന്നെ അധിക്ഷേപിച്ചു കൊണ്ടുള്ള പരാതി തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. കാരണം ജയിക്കുമെന്ന് ഉറപ്പായി കഴിഞ്ഞപ്പം ഇത്രയും എന്തായാലും സ്ഥാനാർത്ഥി വളരെ സങ്കടത്തിലാണ്. അവർ പറയുന്നത് വ്യക്തിപരമായി അധിക്ഷേപിച്ചു എന്നുള്ളതാണ്. ഒരു ചെക്ക് കേസുമായി ബന്ധപ്പെട്ട് 2019 തന്നെ ഒഴിവാക്കപ്പെട്ട, അല്ലെങ്കിൽ കോടതിയിൽ നിന്നും ഒഴിവാക്കപ്പെട്ട ഒരു കേസ്. ആ കേസാണ് ഈ തെരഞ്ഞെടുപ്പിൽ കുത്തിപ്പൊക്കി ഇങ്ങനെ വ്യക്തി അധിക്ഷേപം നടത്തുന്നത് എന്നുള്ളൊരു പരാതിയാണ് സ്ഥാനാർത്ഥി ഇപ്പോൾ ഉന്നയിച്ചിട്ടുള്ളത്. പരാതി നൽകിയിട്ടുണ്ട്. എന്തായാലും വി കെ ഷൈജു കൂടി നമ്മളോടൊപ്പം. നേരത്തെ നമ്മൾ സംസാരിച്ചതാണ് ഉദയംകുന്നിൽ നിന്നും. എന്നാലും പള്ളിക്കുന്നിൻ്റെ കാര്യത്തിൽ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണ ഒരു അവസാന ലാപ്പിലേക്ക് പോകുമ്പോൾ ട്രാക്ക് മാറിപ്പോവുകയാണോ? നമ്മുടെ പള്ളിക്കുന്ന് ഏതാണ്ട് നമ്മുടെ ഡിവിഷൻ പൂർണ്ണമായും നമ്മുടെ കൈപ്പിടിയിൽ ഒതുങ്ങി എന്നുള്ളതിൻ്റെ സൂചനയാണ് ഈ കാണുന്ന ആരോപണങ്ങളൊക്കെ. നമ്മുടെ ഈ വാർഡിൽ നമ്മൾക്ക് വികസന പ്രവർത്തനങ്ങളാണ് ഒരു ഇലക്ഷനെ സംബന്ധിച്ചിടത്തോളം എല്ലാവരും മുന്നോട്ട് വെക്കാറും ഇലക്ഷൻ വർക്കുകളിൽ പ്രചരിപ്പിക്കാറും. പക്ഷേ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഇവിടുത്തെ ഒരു സ്ഥാനാർത്ഥി, സ്ത്രീയായ ഒരു സ്ഥാനാർത്ഥി തന്നെ സ്ത്രീത്വത്തെ അപമാനിക്കുന്നതിന് കൂട്ടുനിൽക്കുകയാണ് ചെയ്തത്. കാരണം നമ്മുടെ മുൻ മേയർ പള്ളിക്കുന്നുകാരനല്ല, അദ്ദേഹം ചാല സ്വദേശിയാണ്. അദ്ദേഹത്തിന് ഈ കാര്യങ്ങൾ എങ്ങനെ അറിഞ്ഞു? അവരുടെ പ്രകടന പത്രികയിൽ പോലും അവരെഴുതി വച്ചിരിക്കുന്നത് ഞാനൊരു ഈശ്വരവിശ്വാസിയാണ്, അമ്പലവിശ്വാസിയാണ്, പല ഹിന്ദു ആചാരപ്രകാരമുള്ള എല്ലാ ഹൈന്ദവ ആചാര്യന്മാരുമായി നല്ല സമ്പർക്കം പുലർത്തുന്ന ആളുകളാണ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് നമ്മുടെ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി പ്രകടന പത്രികയിൽ പോലും അതുപോലെ തന്നെ അവരുടെ അഭ്യർത്ഥനയിൽ പോലും എഴുതി വച്ചത്. പക്ഷേ ഇത് വെറും അഭ്യർത്ഥനയിൽ മാത്രം ഒതുങ്ങുന്നതാണെന്ന് നമുക്ക് കാണാൻ സാധിച്ചു. കാരണം ഒരു സ്ത്രീ, എന്താണ് ഒരു സ്ത്രീ ചെയ്യേണ്ടത്? അവരുടെ ജ്യേഷ്ഠനെ, അവരുടെ ഭർത്താവിൻ്റെ ജ്യേഷ്ഠനെ മുഴുവൻ സ്വത്തും സമ്പാദ്യവുമൊക്കെ നഷ്ടപ്പെടുത്തി അവർ മരണപ്പെടുകയാണ് ഉണ്ടായത്. ആ ഒരു ബാധ്യത കുടുംബത്തിൽ ദീപ്തി വിനോദും കൂടി ഏറ്റെടുക്കുകയാണ് ചെയ്തത്. അവർ നമുക്കറിയാം ഈ വാർഡിൽ വന്നിട്ട് ഏതാണ്ട് 10 വർഷത്തോളമായി. അവർ ഒരു സാധാരണക്കാരിയായ ഒരു സ്ത്രീയാണ്. നമുക്കറിയാം പല മേഖലകളിൽ നമ്മൾ സ്ത്രീകളെ കാണാറുണ്ട്. അവർ തൂപ്പ് ജോലി ചെയ്ത് വരെയാണ് അവരുടെ കുടുംബം അന്തസ്സായി പോയിട്ടിരുന്നത്. മകനെ അവർ പഠിപ്പിച്ചു. നമ്മുടെ നാട്ടിൽ പല സേവനങ്ങൾക്കും ദീപ്തി വിനോദിൻ്റെ കയ്യൊപ്പുണ്ടായിരുന്നു. അങ്ങനെയുള്ള മാതൃകയാക്കേണ്ട സ്ത്രീകളെ പറ്റി, സ്ത്രീത്വത്തെ അപമാനിക്കുന്ന തരത്തിൽ നമ്മുടെ മുൻ മേയർ പറഞ്ഞത് വളരെ ഒരു ഗൗരവമുള്ള വിഷയമാണ്. കാരണം അദ്ദേഹത്തെ പോലെയുള്ള ആൾക്ക് അത് അവരുടെ കർത്തവ്യത്തിന് യോജിച്ചതല്ല. കാരണം ഇവിടെ ഈ പള്ളിക്കുന്നിൽ ഈ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ മുൻ മേയറെ പോലും ഉൾപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് അവരുടെ തോൽവി ഭയന്നതുകൊണ്ടാണ്. കാരണം അവരുടെ ലക്ഷ്യം, ഒരു കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ ലക്ഷ്യം തന്നെ എങ്ങനെയെങ്കിലും അധികാരത്തിലെത്തുക, അതിന് എത്ര തരം താഴ്ന്ന പണിയും ജോലിയുമൊക്കെ ചെയ്തുകൊണ്ട് ആളുകളെ തെറ്റായി പ്രചരണം നടത്തിക്കൊണ്ടെങ്കിലും വിജയിക്കാമെന്ന വ്യാമോഹമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാരണം നമുക്കറിയാം, ഒരു ടി.ഒ. മോഹനനെ കുറിച്ച് നമ്മളൊക്കെ കഴിഞ്ഞ മേയറായ സമയത്ത് അദ്ദേഹത്തെക്കുറിച്ച് ഒരുപാട് ആരോപണങ്ങൾ നമ്മൾ കേട്ടതാണ്. നമ്മുടെ ചേലോറ ട്രഞ്ചിങ് ഗ്രൗണ്ട് മുതൽ നമ്മുടെ കണ്ണൂർ കോർപ്പറേഷനിൽ മുഴുവൻ
എന്ത് പദ്ധതികളാണോ ഉള്ളത് അതിലൊക്കെ അദ്ദേഹത്തെക്കുറിച്ച് നമുക്കറിയാം. ഇന്ന് പല സമൂഹങ്ങളും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം ഒരു വിജിലൻസ് എൻക്വയറിക്ക് പോലും ഇന്ന് വിധിക്കപ്പെട്ട ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ പേര് വിജിലൻസ് എൻക്വയറി നടന്നുകൊണ്ടിരിക്കുകയാണ്. അത്തരത്തിലുള്ള ഒരാളാണ് ഈ ചെറിയൊരു നിസ്സാര കാര്യത്തിന് അദ്ദേഹം ഒരു സ്ത്രീത്വത്തെ അപമാനിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്തത്. കാരണം പള്ളിക്കുന്നിൽ ഇത്തവണയും താമര അനായാസേന വിജയിക്കുമെന്ന് തോന്നിയപ്പോഴാണ് അദ്ദേഹം ഈ ലാസ്റ്റ് നിമിഷത്തിൽ സ്ത്രീത്വത്തെ അപമാനിക്കുന്ന തരത്തിലുള്ള ഈ പ്രവർത്തനം നടത്തിക്കൊണ്ടിരുന്നത്. അതൊരിക്കലും നമ്മുടെ ഒരു ഇലക്ഷനും നമ്മുടെ രാഷ്ട്രീയ തദ്ദേശ സ്വയംഭരണ സ്ഥാപന ഇലക്ഷനിലേക്ക് യോജിച്ചല്ല. അദ്ദേഹം സമൂഹത്തോട് തന്നെ മാപ്പ് പറയണമെന്നാണ് എൻ്റെ ആവശ്യം. അതുപോലെ തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ പള്ളിക്കുന്ന് 4-ാം ഡിവിഷനിൽ ഏറ്റവും കിട്ടാവുന്ന തരത്തിലുള്ള ഭൂരിപക്ഷത്തോടുകൂടി നമ്മുടെ ദീപ്തി വിനോദ് വിജയിക്കും എന്നതിൽ യാതൊരു ആശങ്കയും നമ്മുടെ പ്രവർത്തകന്മാർക്കില്ല. എല്ലാവരും ഒറ്റക്കെട്ടായി ദീപ്തിയുടെ ഒപ്പമാണ്. നമ്മുടെ BJP ഇത്തവണ പള്ളിക്കുന്നിൽ മാത്രമല്ല പലയിടങ്ങളിലും ഇന്ന് കോർപ്പറേഷനിൽ BJP സ്വയം ആര് ഭരിക്കണം എന്ന് ചിന്തിക്കുന്ന തരത്തിലേക്ക് നീങ്ങിയതിൻ്റെ ഒരു തെളിവും വിറളി പൂണ്ടിട്ടുമാണ് ഇന്ന് കോൺഗ്രസ് ഇത്തരത്തിലുള്ള നറികെട്ട ഈ ആരോപണങ്ങൾക്ക് മുന്നിൽ വരുന്നത് എന്ന് മാത്രമാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. എന്തായാലും ഒരു സ്ഥാനാർത്ഥിയുടെ കണ്ണുനീർ വീഴുന്നത് ഒരു തെരഞ്ഞെടുപ്പിലെ ജനാധിപത്യത്തിൽ അത്ര നല്ല കാര്യമല്ല. അക്കാര്യത്തിൽ എന്താണ് സംഭവിച്ചത് എന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. ഇതിൽ പരാതി നൽകിയിട്ടുണ്ട്. ആർക്കാണ് പരാതി നൽകിയത്? കളക്ടർക്കും തെരഞ്ഞെടുപ്പ് കമ്മീഷണർ. തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് ദീപ്തി വിനോദ് പരാതി നൽകിയിട്ടുള്ളത്. സ്ത്രീത്വത്തെ അപമാനിച്ചു, അതായത് വ്യക്തിപരമായ ഒരു അധിക്ഷേപം നടന്നു എന്നുള്ള കാര്യമാണ് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുള്ളത്. എന്തായാലും ഇത് പള്ളിക്കുന്നിലെ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിൽ ഇത് വലിയ ചർച്ചയായി മാറുമ്പോൾ അതിന് വ്യക്തമായ മറുപടി നൽകുകയാണ്. ഒരു ആരോപണം ഉണ്ടായിരുന്നു, ഒരു പരാതി ഉണ്ടായിരുന്നു എന്നത് കാര്യമാണ്. അത് ബിസിനസ്സുമായി ബന്ധപ്പെട്ടാണ്. അതിന് കോടതിയിൽ പോയിട്ടുണ്ട്. അത് 2019 തന്നെ ആ കേസ് തീർന്നതുമാണ്. പക്ഷേ പിന്നീട് ഇപ്പോൾ ഈ ഏതാണ്ട് 6 വർഷത്തിന് ശേഷം അത് വീണ്ടും കുത്തിപ്പൊക്കിയതിലെ ഒരു പരാതിയാണ് സ്ഥാനാർത്ഥി ഉന്നയിക്കുന്നത്. കണ്ണുനീർ വീഴ്ത്തിക്കൊണ്ടുള്ള ഒരു വലിയ സങ്കടത്തോടു കൂടിയാണ് കാര്യങ്ങൾ. എന്തായാലും ഈ പള്ളിക്കുന്ന് ഡിവിഷൻ 13-ന് വോട്ടെണ്ണുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കപ്പെടുന്നത് BJP ആ സീറ്റ് നിലനിർത്തുമോ എന്ന് നോക്കിക്കൊണ്ടുകൂടിയാണ്. കണ്ണൂർ കോർപ്പറേഷൻ്റെ ചരിത്രത്തിൽ ആദ്യമായി ഒരു സ്ഥാനാർത്ഥി താമരയടയാളത്തിൽ വിജയിച്ചു വന്ന ഡിവിഷൻ എന്ന പ്രത്യേകത കൂടിയാണ് പള്ളിക്കുന്നിന്. ആ പ്രത്യേകത കൂടി ഉള്ളതുകൊണ്ടുകൂടിയാണ് നമ്മൾ ഇവിടേക്ക് വന്നത്. അപ്പോഴാണ് ഇത്തരം കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുള്ളത്. എന്തായാലും വലിയ രീതിയിലുള്ള ഒരു പോരാട്ടം പള്ളിക്കുന്ന് ഡിവിഷനിൽ നടക്കുകയാണ്. ആ പോരാട്ടത്തിൽ ആര് വീഴും ആര് വാഴും എന്ന് നമുക്ക് 13-ന് അറിയാം. പള്ളിക്കുന്നിൽ നിന്നും ക്യാമറമാൻ നവീൻ രാജനൊപ്പം മനോജ് മയ്യിൽ, കണ്ണൂർ വിഷൻ.